കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ 8ാം പ്രതിയായ നടൻ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ വിചാരണ കോടതിയുടെ വിധിക്കെതിരെ സംസ്ഥാന സർക്കാരും പ്രോസിക്യൂഷനും ശക്തമായ നിയമ പോരാട്ടത്തിന് ഒരുങ്ങുന്നു. വിചാരണ കോടതി ജഡ്ജിക്കെതിരെ അതീവ ഗുരുതരമായ പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്ന നിയമോപദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ കേസിൽ വിധി പറയാൻ വിചാരണ കോടതി ജഡ്ജിക്ക് അർഹതയില്ലെന്നടക്കമുള്ള നിശിതമായ വിമർശനങ്ങളാണ് നിയമോപദേശത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. പ്രധാനമായും കേട്ടുകേൾവിയില്ലാത്ത തരത്തിൽ മെമ്മറി കാർഡ് ചോർന്ന സംഭവത്തിൽ വിചാരണ കോടതി ജഡ്ജി തന്നെ സംശയനിഴലിലായ സാഹചര്യം നിയമോപദേശം ചൂണ്ടിക്കാട്ടുന്നു. ഒരു ജഡ്ജി തന്നെ അന്വേഷണ പരിധിയിൽ വരേണ്ടി വന്ന സാഹചര്യത്തിൽ ആ ജഡ്ജി വിധി പറയുന്നത് നീതി നിർവഹണത്തിന്റെ അന്തസത്തയ്ക്ക് വിരുദ്ധമാണെന്നും അതുകൊണ്ട് തന്നെ ഈ വിധി നിയമപരമായി നിലനിൽക്കില്ലെന്നുമാണ് പ്രോസിക്യൂഷന്റെ പക്ഷം. ദിലീപിനെ വെറുതെ വിടുക എന്ന മുൻകൂട്ടി നിശ്ചയിച്ച ലക്ഷ്യത്തോടെ എഴുതപ്പെട്ടതാണ് ഈ വിധിയെന്ന കടുത്ത ആക്ഷേപം നിയമോപദേശത്തിലുണ്ട്. കേസിൽ ദിലീപിന്റെ പങ്കാളിത്തം തെളിയിക്കുന്നതിന് ആവശ്യമായ അതിശക്തമായ ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. എന്നാൽ ഈ തെളിവുകളെല്ലാം കോടതി പക്ഷപാതപരമായി തള്ളിക്കളയുകയായിരുന്നുവെന്നാണ് നിയമോപദേശത്തിൽ വിരൽ ചൂണ്ടുന്നത്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നൽകിയ വിശദമായ കുറിപ്പിൽ കോടതിയുടെ വിവേചനപരമായ സമീപനത്തെക്കുറിച്ച് കൃത്യമായി പരാമർശിക്കുന്നുണ്ട്. കേസിലെ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്കെതിരെ പ്രോസിക്യൂഷന് ഹാജരാക്കിയ അതേ സ്വഭാവത്തിലുള്ള തെളിവുകൾ അവരെ ശിക്ഷിക്കാൻ ആധാരമാക്കിയ കോടതി അതേ തെളിവുകൾ ദിലീപിന്റെ കാര്യത്തിൽ എത്തിയപ്പോൾ തള്ളിക്കളയുന്ന ഇരട്ടത്താപ്പാണ് കാണിച്ചതെന്ന് നിയമോപദേശം വ്യക്തമാക്കുന്നു. തെളിവുകൾ പരിശോധിക്കുന്നതിലും നിയമം വ്യാഖ്യാനിക്കുന്നതിലും കോടതി അതീവ വിവേചനപരമായ സമീപനമാണ് സ്വീകരിച്ചത്. തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നുവെന്ന് വ്യക്തമായ തെളിവുകൾ പുറത്തു വന്നിട്ടും ദിലീപിന്റെ അഭിഭാഷകരെ കേസിൽ തുടർന്ന് പ്രവർത്തിക്കാൻ കോടതി അനുവദിച്ചു. സാധാരണഗതിയിൽ ഇത്തരമൊരു സാഹചര്യത്തിൽ അഭിഭാഷകർക്കെതിരെ നടപടി ആവശ്യപ്പെടേണ്ട കോടതി അവരെ അനുമോദിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് വിധിന്യായത്തിൽ ഉൾപ്പെടുത്തിയതെന്നത് അമ്പരപ്പിക്കുന്ന ഒന്നായിട്ടാണ് പ്രോസിക്യൂഷൻ കുറിപ്പിൽ പറയുന്നത്. നീതിയുടെ താല്പര്യമല്ല, മറിച്ച് പ്രതിയുടെ താല്പര്യമാണ് കോടതി സംരക്ഷിച്ചതെന്ന ഗുരുതരമായ ആരോപണമാണ് ഈ നിയമോപദേശത്തിലൂടെ സർക്കാരിന് മുന്നിലെത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിചാരണ കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ സർക്കാർ പച്ചക്കൊടി കാട്ടിക്കഴിഞ്ഞു. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ നൽകിയ ശുപാർശ അംഗീകരിച്ച സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാൻ അനുമതി നൽകി. കേരളത്തിൽ നടക്കിയ ഈ ക്രൂരകൃത്യം നടന്നത് 2017 ഫെബ്രുവരി 17-നായിരുന്നു. തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രക്കിടയിൽ അങ്കമാലി അത്താണിയിൽ വെച്ച് നടിയെ തട്ടിക്കൊണ്ടുപോയി ഓടുന്ന വാഹനത്തിൽ വെച്ച് 2 മണിക്കൂറോളം പീഡിപ്പിക്കുകയായിരുന്നു. കൊട്ടേഷൻ നൽകി ലൈംഗിക അതിക്രമം നടത്തുക എന്ന ക്രൂരമായ രീതി രാജ്യത്ത് തന്നെ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസാണിത്. ആദ്യം ഗുണ്ട ആക്രമണം എന്ന് കരുതിയ സംഭവം പിന്നീട് വലിയ ഗൂഢാലോചനയുടെ ചുരുളഴിയുന്നതിലേക്ക് നയിച്ചു. പൾസർ സുനി എന്ന 1ാം പ്രതിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കൃത്യം നടത്തിയത്. കൃത്യത്തിന് ശേഷം നടൻ ലാലിന്റെ വീടിന് മുന്നിൽ നടിയെ ഉപേക്ഷിച്ച് പ്രതികൾ കടന്നു കളഞ്ഞു. സംഭവം അറിഞ്ഞെത്തിയ MLA തോമസ് അടക്കമുള്ളവരുടെ ഇടപെടലിലൂടെയാണ് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടതും അന്വേഷണം ഊർജിതമാക്കിയതും. തുടക്കത്തിൽ പൾസർ സുനിയുടെ സംഘത്തിൽ മാത്രം ഒതുങ്ങി നിന്ന അന്വേഷണം പിന്നീട് സിനിമാ മേഖലയിലെ ഉന്നതരിലേക്ക് നീങ്ങുകയായിരുന്നു. 2017 ഏപ്രിലിൽ പൾസർ സുനിയെ പ്രതിയാക്കി കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും പിന്നീട് സുനി ജയിലിൽ നിന്ന് ദിലീപിന് അയച്ച കത്ത് പുറത്തു വന്നതോടെയാണ് നടൻ ദിലീപിന്റെ പങ്ക് ചർച്ചയായത്. 2017 ജൂലൈ 10-ന് ദിലീപിനെ ചോദ്യം ചെയ്യുകയും തുടർന്നുള്ള നിർണായക തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. 85 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് ദിലീപിന് ജാമ്യം ലഭിച്ചത്. ഈ ദീർഘകാലത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ വന്ന വിധിയിൽ ദിലീപ് അടക്കമുള്ള 4 പ്രതികളെ വെറുതെ വിട്ടത് വലിയ ചർച്ചയായിരുന്നു. 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് 20 വർഷം കഠിന തടവ് വിധിച്ച കോടതി 8ാം പ്രതി ദിലീപിനെ കുറ്റവിമുക്തനാക്കിയത് പ്രോസിക്യൂഷന് വലിയ ആഘാതമായിരുന്നു. വിചാരണ നടപടികൾക്കിടയിൽ മെമ്മറി കാർഡ് പരിശോധനയ്ക്കിടയിൽ ദൃശ്യങ്ങൾ ചോർന്നതും വിചാരണ കോടതി ജഡ്ജിയുടെ ഇടപെടലുകളും വലിയ വിവാദങ്ങൾക്ക് വഴിമരുന്നിട്ടിരുന്നു. ജഡ്ജിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഇരയും പ്രോസിക്യൂഷനും ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഇതേ ജഡ്ജി തന്നെ വിധി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അത് പക്ഷപാതപരമാകുമെന്ന് പ്രോസിക്യൂഷൻ നേരത്തെ തന്നെ ആശങ്കപ്പെട്ടിരുന്നു. ആ ആശങ്ക ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ വന്നിരിക്കുന്ന നിയമോപദേശം എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. ശാസ്ത്രീയ തെളിവുകളെയും സാഹചര്യ തെളിവുകളെയും അവഗണിച്ച് സാങ്കേതികമായ കാരണങ്ങൾ നിരത്തി 8ാം പ്രതിയെ രക്ഷിച്ചെടുക്കാൻ കോടതി ശ്രമിച്ചുവെന്ന വാദമായിരിക്കും ഹൈക്കോടതിയിൽ പ്രോസിക്യൂഷൻ പ്രധാനമായും ഉയർത്തുക. നീതി തേടിയുള്ള അതിജീവതയുടെ പോരാട്ടത്തിൽ സർക്കാർ ഉറച്ചു നിൽക്കുമെന്ന സന്ദേശമാണ് അപ്പീൽ നൽകാനുള്ള തീരുമാനത്തിലൂടെ പുറത്തു വരുന്നത്. വരും ദിവസങ്ങളിൽ ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിക്കുന്നതോടെ കേസിലെ നിയമയുദ്ധം പുതിയൊരു തലത്തിലേക്ക് കടക്കുകയും ചെയ്യും.